കടലിൽ കൂടെ പോകുന്നൊരു വാഹനമാണ്. എന്താ ഈ വാഹനത്തിന് പേരൊന്നും എനിക്കറിഞ്ഞൂടാ. ഈ മക്കളൊക്കെ ഒരു കഥ, ഒരു പേടിയില്ലാണ്ട് കടലിൽ അങ്ങോട്ട് പോകുന്നത്. ഇവരെല്ലാവരും കൂടി എൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ്. ഓനിതിൽ കയറ്റിയിട്ടിട്ട് പറയാണ് ഈ സൽമാൻ ഖാൻ്റെ മാതിരി പോയി വാന്ന് സിനിമ നടൻ. ഓൻ അതേ സ്പീഡിലും പോകുന്നുണ്ടെങ്കിൽ ഒരു പേടിയില്ല ഇപ്പോഴത്തെ മക്കൾക്ക്. അതിന് ബാക്കിൽ വേറെ ഒരാളും കൂടി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദൂരെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കറങ്ങി വരുന്ന രംഗമുണ്ട്. എൻ്റെ പഠിച്ചോനെ, നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ പള്ളയെ കത്താറുമ്പേ പഠിച്ചോനെ ഇത് മറിഞ്ഞു പോകുമോ, എന്താ ഇപ്പോൾ ചെയ്യാന്നുള്ളൊരു അപരാധിയായിട്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നു. പക്ഷെ മക്കൾക്ക് ഒരു പ്രശ്നമില്ല, അവർക്ക് എന്തോ ഏതോ അങ്ങനെ പോകണം നോക്കിയാട്ടെ. അതിനനുസരിച്ച് വെള്ളം ഇങ്ങനെ ആഞ്ചി ആഞ്ചി കളിക്കുന്നുണ്ട്. ഓ, ഇതൊക്കെ കാണുമ്പോൾ പേടിയായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. പോകണം നോക്കിയാട്ടെ, എന്താ സുഖം. റോഡും കൂടെ സ്കൂട്ടറുമ്പിലിട്ട് പോകണ മാതിരി ഇപ്പോൾ ഈ വെള്ളത്തിൽ കൂടെ പോണത്. അവർ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇപ്പോൾ ചെയ്യുക? എല്ലാവരും നല്ല ത്രില്ലടിച്ച് ഇരിക്കുക അവൻ്റെ ആ പോക്ക് കണ്ടിട്ട്. ഇവയ്ക്കൊക്കെ ഇനി അങ്ങനെ പോകാനൊരാഗ്രഹമുണ്ട്. ഓൻ വന്നിട്ട് വേണം ഇവയ്ക്കൊക്കെ ഒന്ന് പോകാൻ. എല്ലാവർക്കും കൂടി പോകാൻ പറ്റില്ല അതിൻ്റെ മുകളിൽ. കുറേ ദൂരം പോകുന്നുണ്ട് കേട്ടോ. ഒരു പോയിൻ്റ് പോലെ അവനെ കാണണുള്ളൂ, അത്രയും ദൂരത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ എല്ലാവരും കൂടി ആർമാദിക്കുക, കൊക്കിയും പുള്ളിയോ ഒച്ചപ്പാടുണ്ടാക്കിങ്ങാണ്ട് സൽമാൻ ഖാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാണ്ട് നിൽക്കുക ഇവിടെ എല്ലാവരും. അപ്പോൾ ചെക്കൻ്റെ ധൈര്യം ഭയങ്കരം തന്നെ കേട്ടോ. സമ്മതിച്ചു ഞാൻ, വെച്ചു ഞാൻ. ഇപ്പോൾ വരും. വന്ന് ഇവിടെ എത്തിയപ്പോഴാണ് സമാധാനം കിട്ടുന്നത് കണ്ടപ്പോൾ. എന്താ ഞാൻ പറയുക, ഈ പേടില്ലാത്ത മക്കളായിപ്പോലും ഇപ്പോഴത്തെ മക്കൾ മുഴുവനും. എന്തെന്നായാലും കുഴപ്പമില്ല. അത് സ്കൂട്ടറിൽ പോവുകയാണെങ്കിൽ അങ്ങനെ തന്നെ റോഡും കൂടെ പൊട്ടിച്ച് കൂട്ടുക അങ്ങോട്ട് സ്കൂട്ടറൊക്കെ. ഓ, നെല്ല് കാണുന്നുണ്ടെങ്കിൽ ആഞ്ചി ആഞ്ചി കളിക്കുന്ന നോക്കിയാട്ട്. എൻ്റെ റബ്ബേ, എനിക്കിത് കണ്ടിട്ട് പേടിയാവുന്നു. റബ്ബേ, എത്തി ശ്വാസം പിടിച്ചത് കാണുന്നത്. എന്ത് കൂളായിട്ടാണ് വന്നത്.